നമസ്കാരം. അപ്രതീക്ഷിത വിജയങ്ങളും കനത്ത തിരിച്ചടികളും നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഇനി കാത്തിരിപ്പ് അധികാര സ്ഥാനങ്ങളിൽ ആരൊക്കെ എത്തും എന്നറിയാനാണ്. വലിയ ഒറ്റകക്ഷിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJPയിലും ജില്ലാ പഞ്ചായത്ത് നിലനിർത്തിയ LDFിലും സ്ഥാനങ്ങൾ നേടാൻ യോഗ്യതയുള്ളവർ നിരവധിയാണ്. കോർപ്പറേഷനിൽ VV രാജേഷിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നത് എങ്കിലും മുൻ DGP എന്ന ഇമേജുമായി എത്തി വിജയിച്ച ശ്രീലേഖയുടെ പേരും അവസാന നിമിഷം മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുമുള്ള ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയായിരുന്നു ശ്രീലേഖയ്ക്ക് പോലീസ് സേനയിലെ ഭരണപരമായ പരിചയമാണ് മുതൽക്കൂട്ടാവുന്നത്. BJP കേന്ദ്ര നേതൃത്വം ഏറെ താല്പര്യത്തോടെ ഉറ്റുനോക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ഉയർന്ന പ്രൊഫൈലുള്ള ഒരാളെയാകും അവർ നിർദ്ദേശിക്കുക എന്നറിയുന്നു. സ്ത്രീ എന്ന പരിഗണനയും ഉണ്ടാകും. എന്നാൽ പൊതുപ്രവർത്തന രംഗത്ത് തീരെ പരിചയമില്ല എന്നത് ശ്രീലേഖയുടെ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ കാത്തിരുന്നു കിട്ടിയ കോർപ്പറേഷൻ ഭരണം പരിചയമില്ലാത്ത കൈകളിൽ ഏൽപ്പിക്കാതിരിക്കാനും ഒരു സാധ്യതയുണ്ട്. എന്നാൽ ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയവും കോർപ്പറേഷനിലെ BJPയുടെ മുഖമെന്ന ഇമേജും VV രാജേഷിന് മേയർ സ്ഥാനത്തേക്ക് മേൽക്കൈ നൽകുന്നുണ്ട്. യുവാവെന്ന പരിഗണനയും കേരളത്തിൽ BJPയുടെ ആദ്യ മേയറാകാൻ രാജേഷിന് അനുകൂല ഘടകമാകും. കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നടന്ന BJPയുടെ സമരങ്ങൾ നയിച്ചതും രാജേഷായിരുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ അഭിനന്ദന പ്രവാഹങ്ങളുമായി നേതാക്കൾ എത്തുകയാണ്. തിരുവനന്തപുരത്ത് ആദ്യമായി BJP മേയർ വരാൻ പോകുന്നു എന്നത് ജനം മോദിയെ മാത്രമാണ് വിശ്വസിക്കുന്നതെന്ന് തെളിഞ്ഞു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. വികസിത കേരളം ഉയർത്തി പ്രചാരണം നയിച്ച സംസ്ഥാന അധ്യക്ഷനും പ്രവർത്തകർക്കും അമിത്ഷാ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എക്സിൽ മലയാളത്തിൽ പോസ്റ്റിട്ടാണ് അമിത്ഷായുടെ പ്രതികരണം. രാജീവ് ചന്ദ്രശേഖരനും കാര്യകർത്താക്കൾക്കും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു അമിത്ഷായുടെ പോസ്റ്റ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വലിയ സന്തോഷം പങ്കുവെച്ച് രംഗത്തെത്തി. ഇതിനകം തന്നെ എക്സിൽ 4 കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് മോദി. മലയാളത്തിലടക്കം സന്തോഷം പങ്കുവെക്കാനും മറന്നിട്ടില്ല. മോദിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരും BJP ദേശീയ നേതാക്കളുമെല്ലാം തലസ്ഥാന വിജയം ആഘോഷമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രിയം മലയാളത്തിലെ കുറിപ്പ് തന്നെയാണ് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കേരളത്തിലെ വിജയം ദേശീയ തലത്തിൽ വ്യാപക പ്രചരണമായിരിക്കുകയാണ് BJP നേതാക്കൾ. വികസിത കേരളം എന്ന പ്രചാരണത്തിൽ ഊന്നിയായിരുന്നു കേന്ദ്ര മന്ത്രിമാരടക്കമുള്ളവരുടെ വിജയാഘോഷത്തിൽ പങ്കാളിയായത്.